ഹായ്, ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പ്രസ്ഡ് മിൽക്ക്. എക്സ്പ്രസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുലപ്പാൽ പിഴിഞ്ഞ് വെച്ച് നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന കാര്യത്തിനാണ് എക്സ്പ്രസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ എക്സ്പ്രസ്ഡ് മിൽക്ക് ഞാൻ ഒരു ഉദാഹരണം പറയാം. സാധാരണ ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് എന്നൊരു സംഭവമാണ്. അതായത് നമ്മൾ ബ്ലഡ് ബാങ്ക് പോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക്. ഈ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഉപയോഗം അത്രയും അധികമായി അവർ അത്രയും അറിയുന്നതുകൊണ്ടാണ് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് ബാങ്കൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നതൊക്കെ ബ്രസ്റ്റ് മിൽക്കിൽ നിന്നാണ്. ഇപ്പം എക്സ്പ്രസ്ഡ് മിൽക്ക് നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങൾ കൊടുക്കാമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. എക്സ്പ്രസ്ഡ് മിൽക്ക് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വെയിറ്റ് കുറവുള്ള കുട്ടി എന്ന് തന്നെ വിചാരിക്കാം. കുട്ടിക്ക് എന്തായാലും ആവശ്യമായി നമുക്ക് സക്ക് ചെയ്യാനുള്ള എഫക്റ്റ് കുട്ടിക്ക് ഉണ്ടാവില്ല അല്ലെ. വെയിറ്റ് കുറവുള്ള കുട്ടിക്ക് പൈനേഴ്സിൽ നിന്നൊക്കെ നമ്മൾ ലാക്ടോജൻ കുറവുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അതുപോലെ നമുക്ക് ആവശ്യമായ കുട്ടി സക്ക് ചെയ്യും എങ്കിലും നമുക്ക് ആവശ്യമായ ചിലപ്പോൾ കുട്ടിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ എക്സ്പ്രസ്ഡ് മിൽക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മാൻ പവർ, അതായത് നമുക്ക് കൈകൊണ്ട് പിഴിഞ്ഞോ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യാം. ഈ എക്സ്പ്രസ്ഡ് മിൽക്ക് നമുക്ക് പിന്നെ ആർക്കൊക്കെ കൊടുക്കാം. നമ്മൾ എത്ര നാൾ വരെയാണ് ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞത് കുട്ടിക്ക് എത്ര വയസ്സ് വരെയാണ്? 2 വയസ്സ് വരെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര നാൾ വരെയാണ് നമുക്ക് ഒരു മെറ്റേണിറ്റി ലീവ് കിട്ടുന്നത്? 6 മാസം വരെ അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ചിലർക്ക് 6 മാസം വരെ കിട്ടില്ല. ചില കോപ്പറേറ്റീവ് ജോലികളിലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ 3 മാസം 4 മാസം കഴിയുമ്പോൾ കുട്ടീനെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് പോകേണ്ടി വരും. ഇതല്ലാണ്ട് തന്നെ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് അത്രയും ലീവ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടീനെ വീട്ടിലേൽപ്പിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ കുട്ടിക്ക് എന്ത് കിട്ടുന്നില്ല? ആവശ്യമായ ബ്രസ്റ്റ് മിൽക്ക് കിട്ടുന്നില്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? നമുക്ക് എക്സ്പ്രസ്ഡ് മിൽക്ക് ഇവിടെയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത് വരുന്നതാണ് കുട്ടിക്ക് നമ്മൾ വെയിറ്റ്, ഞാൻ ഇത്രയും പറഞ്ഞല്ലോ. ഇനി എങ്ങനെ നമ്മൾ ഉപയോഗിക്കാമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാം. കുട്ടിക്ക് നമുക്ക് ഇപ്പം പിന്നെ വേറൊരു കാര്യമാണ്, കുട്ടിക്ക് നമുക്ക് രാത്രിയാണ് കുട്ടി കൂടുതൽ കരയുന്ന ഒരു സമയം. അപ്പോൾ ആ സമയത്ത് വരുന്ന ഈ എക്സ്പ്രസ് മിൽക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാരണം അമ്മ ആ ലാസ്റ്റ് ടൈം വരെ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 12 മണി കഴിയും. അപ്പോൾ നമുക്കൊരു ഉറക്കത്തിൽ ഒരു പീക്ക് ടൈം ഉണ്ട്. പീക്ക് ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ 3 to 5 ടൈം എന്ന് പറയുന്നത് നമ്മൾ പീക്ക് ടൈമാണ്. ഈ ടൈമിൽ കുട്ടി എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആവശ്യമായ ഉറക്കം കിട്ടുന്നില്ല, അമ്മയ്ക്ക് ക്ഷീണമാകുമ്പോൾ. ഇതുകൊണ്ട് ബ്രസ്റ്റ് മിൽക്ക് ഇത് കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അമ്മയ്ക്ക് ആവശ്യമായ ഉറക്കം കൊടുക്കുക എന്നുള്ളതും ഒരാവശ്യമാണ്. ആ സമയത്ത് ഒരു 12 മണി വരെ കുട്ടിക്ക് ഫീഡ് ചെയ്ത ശേഷം എക്സ്പ്രസ്ഡ് മിൽക്ക് വെച്ചിട്ട് അടുത്ത 2 മണിയാകുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ കുട്ടിക്ക് അമ്മയുടെ പാല് ഈ എക്സ്പ്രസ്ഡ് മിൽക്ക് നമ്മൾ ഡയറക്റ്റ്ലി കുട്ടിക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഇത് അമ്മയുടെ കൺവീനിയൻറ്റ്. ചില അമ്മമാർക്കാണെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ BP കൂടുതലായിരിക്കും. അത് എലോങ് വിത്ത് ചിലപ്പോൾ എന്ത് പറ്റും, ആ ആഫ്റ്റർ പോസ്റ്റ്നേറ്റൽ ടൈമിലും കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഉറക്കമൊന്നും കറക്റ്റായിട്ട് വരാതിരിക്കുന്ന സമയത്ത് അപ്പോഴും നമുക്കിത് ഒരു സഹായകരമാകും ഇപ്പോൾ എക്സ്പ്രസ്ഡ് മിൽക്ക്. അപ്പോൾ ഇങ്ങനെ 3 സാഹചര്യങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി വന്നല്ലോ. ഇനി എങ്ങനെ അത് സ്റ്റോറേജ് ചെയ്യാം, എത്ര നേരം ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഒരു ഓപ്പൺ എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൽ, നല്ല വൃത്തിയുള്ള പാത്രത്തിൽ തന്നെ വേണം ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കി തിളപ്പിച്ച് നമ്മളത് ഉണക്കി അതിലേക്ക് വേണം ബ്രസ്റ്റ് മിൽക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി. കുട്ടിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ഒരു രീതിയിലും നമ്മളത് സാഹചര്യം ഉണ്ടാക്കരുത്. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, അതെങ്ങനെ നമ്മൾ എത്ര നേരം വരെ കൊടുക്കാം. ഇപ്പം നമ്മൾ പിഴിഞ്ഞ് വെച്ച പാല് നോർമൽ ടെമ്പറേച്ചർ, അതായത് നമ്മൾ പുറത്തുള്ള അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിൽ 2 അവർ വരെ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇനി നോർമൽ ഫ്രിഡ്ജിലേക്ക് പോകാം. ഇനി ഫ്രിഡ്ജിൽ നമ്മൾ ഡോറിൻ്റെ സൈഡാണ് വയ്ക്കുന്നതെങ്കിൽ അതൊരു 6 to 8 hours വെക്കാം. മറ്റേ നമ്മളെ ഫ്രീസറിലാണെങ്കിൽ 24 hours വെക്കാം. അപ്പോൾ ഈ ഇത്രയും നേരം വെക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മൾ എങ്ങനെയാണ് ഡയറക്റ്റ്ലി കൊച്ചിന് ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ആ ടെമ്പറേച്ചർ മാറണം അല്ലേ. നോർമൽ ടെമ്പറേച്ചർ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ കുട്ടി ഇപ്പം ഒരു 2 അവർ കഴിയുമ്പോൾ കുട്ടി കരയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പുറത്തെടുത്ത് വെക്കുക. ഈ 2 അവറിനുള്ളിൽ എന്ത് ചെയ്യും, 2 അവർ വരെ നമുക്ക് പുറത്ത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിൽ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ കുട്ടി അത് നോർമൽ ടെമ്പറേച്ചറിൽ ആവാൻ അവസരം കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോടെ ഭാവിക്ക് കൊടുക്കരുത്. അത് ചൂടാക്കാനും നിൽക്കുക. അതായത് നമ്മൾ ബോയിൽ ചെയ്യാനും ശ്രമിക്കരുത്. നോർമൽ ടെമ്പറേച്ചറിൽ നമ്മൾ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ തന്നെ വെച്ച് അത് നോർമൽ ടെമ്പറേച്ചർ ആക്കി കുട്ടിക്ക് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുകൊണ്ട് നമുക്ക് വർക്കിംഗ് വുമൻസിനും പാല് കുറച്ച് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ പാലുള്ളവർക്കാണെങ്കിലും കുട്ടിക്ക് വെയിറ്റ് കുറവുള്ളവർക്കാണെങ്കിലും ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്.